കൊല്ലം ജില്ലയിലെ മിനി മൂന്നാർ എന്ന് പരിചയപ്പെട്ടാലോ? അമ്പനാട് ഹിൽസ്. ഒരുപാട് ദൂരം ഇങ്ങനെ വണ്ടിയിലിരുന്ന് അലഞ്ഞ് ലാസ്റ്റ് കുറേ ഹെയർ പിന്നൊക്കെ കയറി മൂന്നാറിൻ്റെ ഹിൽ സ്റ്റേഷനിൽ എത്തിയാൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എന്താണോ അതേ കാഴ്ചകൾ നിങ്ങൾക്ക് ഈ കൊല്ലം ജില്ലയിൽ കാണാൻ പറ്റും. കൊല്ലം ജില്ലയിലെ തന്നെ ഏക തേയിലത്തോട്ടമായിട്ടുള്ള അമ്പനാട് ഹിൽ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തേയില മാത്രമല്ല, നമ്മുടെ ഗ്രാമ്പൂ ഉണ്ട്, ഓറഞ്ച് മരങ്ങളുണ്ട്, ധാരാളം കൃഷിഭൂമികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അമ്പനാടിൻ്റെ ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ 1800 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷിൻ്റെ ആധിപത്യത്തിലുണ്ടായിരുന്ന ഒരു വലിയൊരു എസ്റ്റേറ്റാണ് ഈ ഒരു അമ്പനാട് ഹിൽ സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഗ്രാമ്പു ഉൽപ്പാദിപ്പിക്കുന്നത് ഈ അമ്പനാട് ഹിൽസിൽ നിന്നാണ്. ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 day ടൂറൊക്കെ പ്ലാൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു അമ്പനാട് ഹിൽസ്. നല്ലൊരു പ്രകൃതി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസിന് പറ്റിയൊരു ഏരിയാസ് ഉണ്ട്. നല്ല അരുവികളും അതുപോലെ തന്നെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ പോകുന്ന വഴികളിൽ ഫുള്ള് കാണാൻ പറ്റും. ആദ്യം കുറച്ച് ദൂരം റോഡ് കുറച്ച് മോശമാണ്, അതുപോരാത്തതിന് തന്നെ കുറച്ച് ഇടുങ്ങിയ റോഡാണ്. ഇത് മാത്രം മൈൻഡിലുണ്ടായിരുന്നാൽ മതി. ബാക്കി കാണാൻ പറ്റുന്ന കാഴ്ചകളിലൊക്കെ വർത്തായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു അമ്പനാട് ഹിൽ സ്റ്റേഷൻ. നല്ലൊരു മഴയൊക്കെ കിട്ടിയ ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ വരുവാണെങ്കിൽ നല്ല ഫോഗി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കൂടെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 2 വീലേഴ്സിലൊക്കെ വരുന്നവർക്ക് കുറച്ചും കൂടെ എൻജോയബിൾ ആയിരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ദൂരെ ആ കാണുന്നത് ടീ ഫാക്ടറിയാണ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ ഏക സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു അമ്പനാട് ഹിൽസാണ്. നിങ്ങൾക്ക് ഒരുപാട് കൃഷികൾ കാണാൻ പറ്റും. ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ, അത്രയും മൈൻഡ് ബ്ലോയിങ് ആണ്. പിന്നെ ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ അമ്പനാട് ഹിൽസിനകത്തേക്കുള്ള എൻട്രി ഫീസ് വരുന്നത്. ഈ ഒരു വൈബ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് മയിലിന് ഇത്രയും അടുത്ത് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ മയിലിന് ഫുഡ് കൊടുക്കാൻ പാടുണ്ടോ എന്ന് അറിയത്തില്ല, എന്നിരുന്നാലും ഞങ്ങൾ കൊടുത്തു. വിളിച്ചപ്പോഴേ ഓടി വന്നു. ഈ ഒരു ഏരിയയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ബാക്കി കാഴ്ചകളിലോട്ട് കടന്നത്. പ്രകൃതിയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഈ ഒരു അമ്പനാട് ഹിൽസിലോട്ട് വരാവൂ കേട്ടോ. അല്ലാത്തവർക്കൊക്കെ തോന്നും ഇവിടെ എന്താ ഉള്ളത്, ഈ കുറച്ച് മരങ്ങളും കാടും മാത്രമല്ലേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ അത്രയല്ല, ഈ ഒരു പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ടൂറായിരിക്കും അമ്പനാട് ഹിൽസിലോട്ടുള്ളത്. ഇത്രയും നാളായിട്ടും ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം കിടന്നിട്ട് കാണാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. മാക്സിമം പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളാണ്. കൊല്ലത്ത് എന്താ ഉള്ളത് എന്നാരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, നമ്മുടെ മിനി മൂന്നാർ തന്നെ കൊല്ലത്താടോ ഉള്ളതെന്ന്. അത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്കിതുപോലുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ.